ഇടുക്കി ജില്ലയിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തി ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലുമായി 2 പേർ മരിച്ചു. അതേസമയം ജില്ലയിൽ മഴക്കെടുതിയും രൂക്ഷമാണ്. 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആന്റണി മുനിയറ ചേരുന്നു. ആന്റണി, ദൗർഭാഗ്യകരമായി 2 മരണം ഇന്ന് മഴക്കെടുതിയിൽ ഉണ്ടായിട്ടുണ്ട്. പലയിടത്തും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ആന്റണി, കേൾക്കാമോ? വിശദാംശങ്ങൾ. ഇടുക്കിയിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും 2 പേരാണ് മരിച്ചത്. കുടയത്തൂർ അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മഷിക്കല്ലിൽ സുമതികൻ, വാഗമൺ കോലാഹലത്തിൽ വീടിനുള്ളിലേക്ക് മണ്ണിടിച്ച് വീണ വൈക്കം സ്വദേശി പ്രഭാകരനായിരുന്നു മരിച്ചത്. മഴക്കെടുതിയിൽപ്പെട്ട കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി ജില്ലയിൽ 5 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശ് ചെറുവാട് അറിയിച്ചു. അത്യാവശ്യ കാര്യങ്ങൾക്കൊഴികെ ഇടുക്കിയിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായി ഒഴിവാക്കണം. നിലവിൽ ജില്ലയിലുള്ള എല്ലാ വിനോദസഞ്ചാരികളും സുരക്ഷിതമായ താമസസ്ഥലങ്ങളിൽ തുടരണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ ജലാശയങ്ങളിലെ ബോട്ടിംഗ്, കയാക്കിംഗ്, റാഫ്റ്റിംഗ്, കുട്ടവഞ്ചി സവാരി ഉൾപ്പെടെയുള്ള എല്ലാ ജലവിനോദങ്ങളും ദുരന്ത സാധ്യതാ മേഖലകളിലെ എല്ലാവിധ വിനോദസഞ്ചാരികളും അലർട്ടുകൾ പിൻവലിക്കുന്നവരെ തുടരരുത് എന്നും കളക്ടർ നിർദ്ദേശിക്കുന്നുണ്ട്. മലയോര മേഖലയിൽ വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെ യാത്ര നിരോധിച്ചിട്ടുണ്ട്. ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. മഴയുടെ ശക്തി പകൽ വെയിൽ കുറഞ്ഞെങ്കിലും ശരി, ഇടുക്കി ജില്ലയിൽ അതിതീവ്ര മഴയാണ്. അതിന്റെ ഒരു തീവ്രത കൊണ്ടാണെന്ന് തോന്നുന്നു. ആന്റണിയുടെ ടെലിഫോൺ ബന്ധത്തിലടക്കം ചില തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലുമായി ഇടുക്കിയിൽ ഇന്ന് 2 പേരാണ് മരിച്ചത്. ജില്ലയിൽ മഴക്കെടുതികളും അതീവ രൂക്ഷമാണ്. ആന്റണി മുനിയറയാണ് വിശദാംശങ്ങൾ നൽകിയത്.